തെലങ്കാന നാഗർ കുർണൂലിലെ ടണൽ അപകടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദൗത്യ സംഘം അപകടമുണ്ടായ ഇടത്തിനടുത്തെത്തിയെങ്കിലും കല്ലും ചെളിയും തകർന്ന ബോറിംഗ് മെഷീന്റെ അവശിഷ്ടങ്ങളും കടന്നു മുന്നോട്ട് പോകാൻ പോയിട്ടില്ല എന്നതാണ് അതിന്റെ ഒരു വെല്ലുവിളി. 8 പേരാണ് ഈ തുരങ്കത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പോഴും അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്നും. അരുൺ, അപ്പോൾ ഈ ടണൽ ദുരന്തമുണ്ടായിട്ട് ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുകയാണ്. അപ്പോൾ എന്താണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു സ്റ്റേറ്റസ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ അകത്ത് കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുമായി ഏതെങ്കിലും വിധേനത്തെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അത്തരം ശ്രമങ്ങളൊക്കെ പലപ്പോഴും ഈ ടണൽ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അത് കൃത്യമായി നടക്കുന്നുണ്ടോ അവിടെ? നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഈ ടണലിൽ അപകടമുണ്ടായി നിലവിൽ 45 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. എന്തെങ്കിലും തരത്തിലുള്ള ശുഭകരമായിട്ടുള്ള വിവരങ്ങൾ അവിടെ നിന്ന് പുറത്തു വന്നിട്ടില്ല. രക്ഷാ ദൗത്യ സംഘം ഈ അപകടം നടന്ന ഇടത്തിനടുത്ത് എത്തിയെങ്കിൽ പോലും അവിടെ ടണലിന്റെ മൂടിയ നിലയിൽ വലിയ ചളിയും അതോടൊപ്പം തന്നെ കല്ലുകളും ഈ ബോറിംഗ് മെഷീന്റെ തകർന്ന ബോറിംഗ് മെഷീന്റെ അവശിഷ്ടങ്ങളും മറികടന്നവർക്ക് ഇതുവരെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ അപകടം നടന്ന ഇടത്തിന് 150 മീറ്റർ അകലെയാണ് ഈ ദൗത്യ സംഘം ഉള്ളത്. ഇവരെ അതായത് ഈ കുടുങ്ങിക്കിടക്കുന്നവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് അവരുടെ പേരുകൾ വിളിക്കുകയും അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും കൃത്യമായ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ ഓക്സിജൻ മുഴുവൻ സമയവും ഈ ടണലിനകത്ത് ഓക്സിജൻ പമ്പ് ചെയ്യുന്നുണ്ട്. ഇത് മറികടന്നാൽ നിലവിലുള്ള ഈ തടസ്സങ്ങൾ മറികടന്നാൽ മാത്രമേ എക്സാക്റ്റ് ആയി ഇവർ കുടുങ്ങിക്കിടക്കുന്ന ആ സ്പോട്ടിലേക്ക് ഈ ദൗത്യ സംഘത്തിന് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അതൊരു ശ്രമകരമായ ദൗത്യമാണ് എന്നതാണ് അവിടെ ഈ ടണലിനകത്ത് പ്രവേശിച്ചിട്ടുള്ള തെലങ്കാനയിലെ മന്ത്രിമാർ ഉൾപ്പെടെ പറയുന്നത്. അത് ഈ പൂർണ്ണമായും ടണലിനെ മൂടിയ നിലയിലാണ് ഈ അവശിഷ്ടങ്ങളൊക്കെ ഉള്ളത്. ഇത് മറികടന്ന് വേണം മുന്നോട്ട് പോകാൻ. എന്തായാലും കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുന്നുണ്ട്. ഈ ടണലിനകത്ത് ഈ ഉള്ള വെള്ളത്തിന്റെ അളവ് കൂടുന്നതും ഈ രക്ഷാപ്രവർത്തനത്തിൽ പ്രതിസന്ധിയാകുന്നുണ്ട് എന്നതാണ് പറയുന്നത്. നാവികസേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഈ വലിയ പൈപ്പുകളും മോട്ടോറുകളും ഉപയോഗിച്ചുകൊണ്ട് ഈ ചെളിയും ഈ വെള്ളമൊക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 45 മണിക്കൂർ പിന്നിടുമ്പോഴും ഈ കുടുങ്ങിക്കിടക്കുന്നവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കണ്ടെത്തുന്ന എക്സാക്ട് പോയിന്റിലേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് നിരാശ തന്നെയാണ്. വരും മണിക്കൂറിൽ കൂടുതൽ സജീവമായ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നാവികസേനയുടെ പ്രത്യേക സംഘം ഉൾപ്പെടെ ഈ ദൗത്യത്തിന്റെ ഭാഗമാവുകയും ചെയ്യും. എല്ലാ വെല്ലുവിളികളും മറികടന്ന രക്ഷാദൗത്യം ഫലം കാണട്ടെ എന്ന് തന്നെ നമ്മളും പ്രതീക്ഷിക്കുകയാണ്. പറഞ്ഞൊരു കാര്യമുണ്ട്, കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അതാണ് ഒരു പ്രതിസന്ധി വന്നത്.